നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വയോജന കുടുംബശ്രീ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വയോജന സംഗമം സംഘടിപ്പിച്ചു. കരുതൽ 2024 ഉദ്ഘാടനം പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംഗമത്തിൽ മികച്ച തൊഴിൽ സംരംഭങ്ങൾക്കായുള്ള പ്രത്യേക പുരസ്കാരങ്ങളും നൽകി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വയോജന കുടുംബശ്രീ യൂണിറ്റുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ മുൻനിർത്തി മണീട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വയോജന കുടുംബശ്രീ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗമം കരുതൽ 2024 സമുചിതമായി ആഘോഷിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ഉഷ രാമചന്ദ്രൻ സ്വാഗതം ആശംസിക്കുകയും പിറവം MLA അനൂപ് ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഒരു സമയം കളയാനുള്ള അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒറ്റപ്പെടലിൽ നിന്ന് മാറി നിൽക്കാനുള്ള രീതി മാത്രമാണ്. അതിനേക്കാൾ ഉപരി അത് വിവിധ തരത്തിലുള്ള ഇടപെടലുകളിലും നമുക്ക് കൂടുതൽ ക്രിയാത്മകമാകാൻ കഴിയുന്ന ഒന്നായി മാറ്റുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവയാണ് വിവിധ തൊഴിൽ സംരംഭങ്ങൾ അടക്കം ഈ അയൽക്കൂട്ട സംഗമങ്ങൾ വഴി ഇത് നടത്താൻ കഴിയുന്നത്. മികച്ച തൊഴിൽ സംരംഭങ്ങൾക്കായുള്ള പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു. വയോജന കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടി സദസ്സിന് ഹരം നൽകി. പ്രശസ്ത കലാകാരൻ സണ്ണി മണിയുടെ നയിച്ച ഗാനമേള സംഗമവേദിക്ക് വർണ്ണപ്പകിട്ടേകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, ബ്ലോക്ക് മെമ്പർ ജ്യോതി രാജീവ്, സ്ഥിരം സമിതി അംഗങ്ങളായ ജോബ് PS, അനീഷ് CT, മിനി തങ്കപ്പൻ, മുൻ പ്രസിഡന്റ് ജോസഫ് VJ, ഭരണസമിതി അംഗങ്ങളായ പ്രമോദ്, രഞ്ജി സുരേഷ്, മിനു മോൻസി, ബിനി ശിവദാസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആശ KP തുടങ്ങിയവർ സംസാരിച്ചു. CDS ഭരണസമിതി അംഗങ്ങൾ, അക്കൗണ്ടന്റ് പ്രജീഷ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന്റെ ആലസ്യത്തിൽ അല്പം വിശ്രമത്തിനായി വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നിങ്ങളെ പോലുള്ള ആയിരക്കണക്കായ ലക്ഷക്കണക്കിനായ ആളുകളുടെ ആ ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ശാക്തീകരണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ ശാക്തീകരണത്തിന്റെ മറ്റൊരു രംഗം പൂർണ്ണതയിലെത്തു എന്ന തിരിച്ചറിവാണ് വയോജന അയൽക്കൂട്ടങ്ങൾക്ക് തുറന്നു വയ്ക്കുവാൻ ദാരിദ്ര്യ മിഷനും ഗവൺമെന്റും കുടുംബശ്രീയും തീരുമാനിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ലിജി തങ്കച്ചൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. തുടങ്ങിയപ്പോൾ നമുക്ക് 35 വയോജനങ്ങളായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് തുടർന്ന് 41 കൂടി വന്നു. ഇപ്പോൾ വളരെ സങ്കടത്തോടെ പറയട്ടെ, നമുക്ക് ഒരു 15ലേക്ക് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ കൂട്ടങ്ങൾ ചുരുങ്ങി വന്നു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.